ഹായ് ഫ്രണ്ട്സ്, ലോക്സഭാ ഇലക്ഷൻ അവസാന ഘട്ടം നാളെ നടക്കാനിരിക്കെ ബിജെപിയുടെ താരപ്രചാരകനായ പ്രധാനമന്ത്രി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ തപസ്സിരിക്കുന്നു. എന്തൊരു കോമഡിയാണല്ലേ! തീർച്ചയായും കോമഡി തന്നെയാണ്. അദ്ദേഹം സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരവസരം കൂടി തരണമേ എന്ന്. കാരണം മറ്റൊന്നുമല്ല, ഒരു പരാജയം ബിജെപി മുൻപിൽ കാണുന്നുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ. അത് തന്നെ കാരണം. പക്ഷെ ഏവരെയും അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു വലിയ പട തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനവും ആ ധ്യാനത്തിരിക്കുന്ന ചിത്രങ്ങളും എല്ലാം സമയാസമയങ്ങളിൽ പത്രക്കാർ കൈമാറുന്നു എന്നുള്ളതാണ്. അതും ഒരു പ്രചരണായുധം. അതിന്റെ അർത്ഥം ഈ ധ്യാനവും ഒരു പ്രചരണ മാർഗം തന്നെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യയിലെ ഹൈന്ദവരുടെയെല്ലാം ആത്മീയ ഗുരു, ആ വിശ്വഗുരു ആയി തീരാൻ ശ്രമിക്കുകയാണ് ഈ യജ്ഞത്തിലൂടെ നമ്മുടെ പ്രധാനമന്ത്രി. അത് അദ്ദേഹം സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഇമേജാണ് വിശ്വഗുരു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ രാവിലെ ആരംഭിച്ച ധ്യാനം ഒരു ദിവസം പിന്നിട്ടിട്ടും മതത്തെ ഒരു പ്രചരണായുധമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രതികരണവുമില്ല, പ്രതികരിക്കുകയില്ല. കാരണം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ബിജെപി ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇലക്ഷൻ കമ്മീഷൻ വാതുറക്കുമ്പോഴേക്കും നമ്മുടെ പ്രധാനമന്ത്രി മൂടും തെറ്റി എണീറ്റ് പോയിട്ടുണ്ടാവും. ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, ഇൻകം ടാക്സും ഇഡിയും CBIയും എല്ലാം ഈ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. എന്നെ അത്ഭുതപ്പെടുന്ന കാര്യം, ഇപ്പോഴും ചില BJP നേതാക്കന്മാർ അവകാശപ്പെടുന്നത് BJPക്ക് 300-ലേറെ സീറ്റ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു സംശയവുമില്ല, ഒന്നുകിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി, അല്ലെങ്കിൽ ഇലക്ഷൻ അട്ടിമറി. അതല്ലാതെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ യാതൊരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. അന്തിമഫലം കത്തിരുന്ന് കാണാം.